ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ മെഷീനിൽ, ഇതൊരു സിംഗിൾ മെഷീനാണ്, സാധാരണ സിംഗിൾ മെഷീനിൽ സാധാരണ ഫുട്ട് ഉപയോഗിച്ചിട്ട് ഒരു ബട്ടൺ ഹോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബട്ടൺ ഹോൾ പ്രൊഫഷണലായിട്ട് തയ്ക്കുന്ന സ്റ്റിച്ചിങ് മെഷീൻ്റെ പെർഫെക്ഷൻ കിട്ടണം എന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ അത്യാവശ്യം തയ്ക്കുമ്പോൾ നമുക്ക് ഈ മെഷീൻ കൊണ്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 2 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസ് മടക്കിയിട്ടിരിക്കുന്ന ക്ലോത്താണിത്. നമ്മൾ ഷർട്ടിനൊക്കെ തയ്ക്കുമ്പം 2 പീസ് മടക്ക് വരുമല്ലോ. ഒത്തിരി കട്ടിയുള്ള ബട്ടൺ ഹോൾ വെക്കുന്ന ഭാഗം കട്ടി ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ തന്നെ ഉപയോഗിക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. നമ്മൾ വെക്കേണ്ട ബട്ടൺ, ആ ബട്ടൻ്റെ നീളത്തിനേക്കാൾ ഒരല്പം 1 സെൻറ്റിമീറ്റർ വീതം താഴെയും മുകളിലും അകത്തിയിട്ട് വേണം നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷർട്ടിൽ വെക്കുമ്പോൾ ബട്ടൺ ഇങ്ങനെ വെച്ച് നോക്കുക. ബട്ടൻ്റെ നീളത്തിനേക്കാൾ ഓരോ സെൻറ്റിമീറ്റർ വീതം അകത്തിയിട്ട് കൂടുതലിട്ട് 2 സൈഡിലും താഴെയും മേളിലും ഓരോ സെൻറ്റിമീറ്റർ വീതം അകത്തിയിട്ട് ആ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഇതുപോലുള്ളൊരു ബട്ടൺ ആണെങ്കിൽ ഈ ബട്ടൻ്റെ കൃത്യം നീളം വരുന്നത് ഇവിടെയും വെച്ചാണ്. അപ്പോൾ ഇതിനേക്കാൾ ഒരല്പം അകത്തി ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാനായിട്ട്. കാര്യം നമ്മൾ ബട്ടൺ കടത്താനൊരു അല്പം സ്പേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ലൈൻ ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ തൊട്ട് ചേർന്ന് ഇവിടെ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോവുക. താഴെയും മുകളിലും ഈ വലിയ വലിപ്പം വേണ്ട, ഈ വലിപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് സാധാരണ മെഷീനിൽ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്കാണ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അനുസരിച്ച് ഇത് കൂടി വരും സ്റ്റിച്ചിങ് ലെങ്ത്. ഇവിടെയൊക്കെ വെച്ചാണ് നമ്മൾ സാധാരണ തയ്ക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വരുന്നത് റിവേഴ്സ് സ്റ്റിച്ചിങ് ആണ്, റിവേഴ്സ് ചെയ്താണ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മാക്സിമം താഴെയാക്കി വെക്കേണ്ട. അപ്പോൾ അല്പം സ്പേസ് കൂടും. ഈ മേളിലേക്ക് കൂടുന്ന അനുസരിച്ച് തന്നെ റിവേഴ്സ് സ്റ്റിച്ചിൻ്റെയും സ്പേസ് ഇവിടെ താഴേക്ക് കൂടും. അപ്പോൾ ഒരു അല്പം മുകളിലാക്കി വെച്ചിട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് നമുക്ക് മെല്ലെ തയ്ച്ച് തുടങ്ങാം. നമ്മളിതിന് പുറത്തുകൂടി 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിവേഴ്സിലാണ് വരുന്നത്. സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ മുമ്പോട്ടല്ലേ തുണി വരുന്നത്, ഇതിപ്പോൾ പുറകോട്ടാണ് പോകുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ തുണി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ബട്ടൺ ഹോള് ഇങ്ങനെ നമ്മുടെ സാധാരണ മെഷീനിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ നമുക്കിതിന് കിട്ടണം എന്നില്ല. എന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ അത്യാവശ്യത്തിന്, നമുക്ക് ഇപ്പോൾ ഈ മെഷീൻ മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.